his love. He brought me to his banqueting cave, and his banner over me his love. His banner over me his love. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു കുട്ടി സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പൊ സൺഡേ നമ്മൾ ചോയ്ച്ചിലൊക്കെ പോയി. നമുക്ക് ഇവിടെ ഫാൺബ്രോ പള്ളിയിൽ ഇന്നും നമുക്ക് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ടീ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരുടെയും കൂടെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലെഷറിങ് ടൈം കൂടിയാണ്. അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നമുക്ക് ഇടയ്ക്ക് ബിസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ടീ പാർട്ടിക്ക് വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്നൊരു ബാർബിക്യൂ പാർട്ടി കൂടിയാണ്. നമുക്ക് വിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ബാർബിക്യൂ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. സോ നമ്മള് അത് അകത്ത് തന്നെ, നമ്മള് പാരിഷ് ഹാളിന്റെ അകത്ത് തന്നെയാണ് നമുക്ക് ഇന്ന് പാർട്ടി ഉള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ബാർബിക്യൂ പാർട്ടി. കുറെ നാളുകൾക്ക് ശേഷമാണ്. അതും ഇവിടെ ഫാൺബ്രോ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ നമ്മൾ മലയാളികൾ പറയുന്ന പോലെ ആഘോഷിക്കാൻ ഓരോരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്നും ഇവിടെ സൺഡേ ഈ പള്ളിയിൽ നമുക്ക് ഇങ്ങനെ എന്നും ഓരോ ആഴ്ചയും ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചായയും ഞാൻ ഒരു ചെറിയ കപ്പ് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഒരു സ്റ്റാർട്ടറൊക്കെ പോലെ ഞാൻ അത് കപ്പ് കേക്കൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് കുറെ ആൾക്കാർ ആ ഒരു ബാർബിക്യൂ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ നമ്മുടെ ഹോളൊക്കെ ഏകദേശം ഫില്ലൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ബാർബിക്യൂ പാർട്ടിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മള് ഇന്ത്യൻസ്, അതുപോലെ തന്നെ ശ്രീലങ്കൻസ്, ചൈനീന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്നത്തെ ഈ ഒരു ബാർബിക്യൂ പാർട്ടിക്ക് ഒരുമിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുർബാന കഴിഞ്ഞു. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് നമുക്ക് അൽഡിയിൽ ഷോപ്പിംഗ് ഒന്ന് ചെയ്യാനുണ്ട്. കുറച്ച് സാധനങ്ങൾ, 1-2 സാധനങ്ങൾ മാത്രം വാങ്ങാനുണ്ട്. കാരണം ഇവിടെ സൺഡേസ് ഈവനിങ് നമുക്ക് ഷോപ്സ് ഒന്നും ഓപ്പൺ അല്ല, ഒന്നും തന്നെ ഓപ്പൺ അല്ല. എല്ലാ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യും സൺഡേ ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ വേഗം പോയിട്ട് നമുക്ക് 1:30ക്കാണ് ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് പള്ളിയിലേക്ക് നമ്മൾ വരും. നമ്മളപ്പോ അൽഡിയിൽ പോയി നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇറങ്ങാൻ നേരത്തെ എന്റെ പൊന്നിയെ പെരുക്കം മഴ എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ മുന്നേ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എന്തായാലും നാട്ടിലത്തെ പോലെ അത്രയ്ക്കും ആ ഒരു മഴ ഇവിടെ UK വന്നിട്ടില്ല. ചെറിയൊരു എന്താ പറയാ, നമ്മുടെ നാട്ടിലത്തെ മഴ കണ്ടിട്ട് ഇവിടെ വരുമ്പോ ഇവിടുത്തെ മഴ നമുക്കൊരു ചെറിയ ചാറ്റൽ മഴയായിട്ട് തോന്നുള്ളൂ.
പക്ഷെ ഇന്ന് നമ്മൾ ആ അൾഡിന്ന് ഇറങ്ങി കാറിലേക്ക് നടക്കാൻ പറ്റാത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡൊക്കെ കുറച്ച് ഫ്ലഡഡ് ആയെന്ന് തന്നെ പറയാം. അതുപോലെ മഴയായിരുന്നു, പെരുക്കം മഴയായിരുന്നു. അപ്പൊ റോബിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാറൊന്ന് തിരിച്ചിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് കാരണം നല്ലൊരു ട്രാഫിക് ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മഴയായ കാരണം. അപ്പൊ എന്തായാലും റോബിൻ എന്നോട് പറഞ്ഞു, ഞാനവിടെ അപ്പൊ ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് അൾഡിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് റോബിന്റെ അപ്പൊ കാർ വന്നപ്പോ ഞാൻ വേഗം ഓടി കയറി. കാരണം വെയിറ്റ് ചെയ്ത് നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് സമയത്തിന് ബാർബിക്യൂലെത്തേ വേണമല്ലോ. പിന്നെ പുറത്ത് മഴയത്ത് നിൽക്കുന്നതിനേക്കാളും ഭേദമാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി അകത്തേക്ക് കയറാന്നുള്ളത്. അപ്പൊ എന്തായാലും റോബിൻ വന്നപ്പോ ഞാനൊന്ന് ജസ്റ്റ് ഓടി കയറി. അപ്പൊ ഞങ്ങളിപ്പോ വീട്ടിലെത്തി. നമുക്ക് കുറച്ച് സാധനം കൊണ്ട് എടുത്തിട്ട് നമ്മൾ നേരെ ബാർബിക്യൂലേക്ക് പോവാണ്. ബാർബിക്യൂ പാർട്ടിക്ക് നമ്മൾ പള്ളിയിലാണ് പോകുന്നത്. ഞങ്ങൾ കുറച്ചു നേരം കാറിൽ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് നോക്കിട്ടോ മഴ മാറുമെന്ന് അറിയാനായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല, മാറുന്ന ഒരു ലക്ഷണം കാണാതായപ്പോ ഞങ്ങൾക്ക് ടൈമും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരു 1:45 ആയപ്പോ ഞങ്ങൾ ഇറങ്ങി പാരിഷ് ഹാളിലേക്ക് ഓടിട്ടോ. അപ്പത്തേനും നമ്മള് ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച്ഡ് ആയിരുന്നു. നമ്മൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫുഡ് ബാർബിക്യൂ. നമ്മൾ പ്രോപ്പർ ബുഫേക്കൊക്കെ പോകുന്ന പോലെ ഫുൾ ബാർബിക്യൂം ബുഫേ ഒക്കെ ആയിട്ട് ഫുൾ എല്ലാം സെറ്റ് ചെയ്ത് ബർഗറും അതുപോലെ തന്നെ സോസേജസും അതുപോലെ നൂഡിൽസും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുവാണ്. Okay, it's a very simple prayer. He brought me to his banqueting table, and his banner over me is love. Feel love, no. So I just give you the manners. Banqueting table and his banner over me is love. He brought me to his love. He brought me to his banqueting table and his banner over me is love. His banner over me is love. And I invite Martin and Johan to say a prayer. Lord, bless this food we eat, bless the company we enjoy, and we give thanks to all of this through നമ്മുടെ ബാർബിക്യൂ പാർട്ടിനെ പറ്റിയിട്ട് ഒരു കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയിട്ടോ. ഇപ്പൊ നമ്മൾ കണ്ട വാലറിയാണ് ഈ ഒരു ഹോൾ ബാർബിക്യൂ പാർട്ടി സെറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ. നമുക്കപ്പോ എല്ലാ കൊല്ലം ആളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം പോലെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇക്കൊല്ലം നമ്മൾ വീട്ടിൽ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പാരിഷ് ഹാളിന്റെ അകത്താക്കി. അപ്പൊ ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞ് നല്ലൊരു ഹാപ്പി സൺഡേ.